സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലൂഷ്യസ് വെളിപ്പെടുത്തിയത് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച്. ഷൈനെതിരെ സിനിമാ സംഘടനകൾക്ക് വിൻസി പരാതി നൽകി. സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ മോശം അനുഭവം നേരിട്ടെന്നാണ് വിൻസിയുടെ പരാതി. ലഹരി ഉപയോഗിച്ചപ്പോൾ ഷൈനിന്റെ കണ്ണുകൾ തടിച്ചു. തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി. ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചു. സിനിമയുടെ മറ്റണിയറ പ്രവർത്തകർക്കും ഷൈനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ആ സിനിമയെക്കുറിച്ച് ആലോചിച്ച് നടന്റെയോ സിനിമയുടെയോ പേര് പുറത്തു പറയാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് വിൻസി പറയുന്നു. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു നടന്റെ പെരുമാറ്റമെന്നും വിൻസി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യം വിൻസി പറഞ്ഞത് കേൾക്കാം. സിനിമാ സെറ്റിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ, ലഹരി ഉപയോഗവും അച്ചടക്കമില്ലായ്മയും അങ്ങനത്തെ കാര്യങ്ങളും മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് ആണ് പരാതിയിൽ മെയിനായിട്ടുള്ളത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നിലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയും കർക്കശമായി പറയുകയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അയാളോട് ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ നാവ് സൂക്ഷിക്കണമെന്നും ഡയറക്ടറും ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംഘടനകളും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഐ എം വെയിറ്റിംഗ് ഫോർ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നറിയാനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട്. ലഹരി ഉപയോഗിച്ചുള്ള നടന്റെ പെരുമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കി. സ്ത്രീകളോട് മോശമായാണ് പെരുമാറിയത്. സംവിധായകനും താനും നടനെ താക്കീത് ചെയ്തിരുന്നു. മറ്റൊരു സഹപ്രവർത്തകയ്ക്കും സമാന അനുഭവമുണ്ടായെന്നും വിൻസി പറഞ്ഞു. കേൾക്കാം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഓരോ സ്ത്രീകളോടും മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസും സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അറിവിൽ ഒരു സഹപ്രവർത്തകയ്ക്കുമാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളത്. പരാതി എൻ്റെ സ്വന്തമായിരുന്നു. അപ്പം അതിൽ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ കുട്ടി എന്നോട് സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പരാതിയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ പ്രതികരണം. ഇനി കഴിഞ്ഞ ദിവസം വിൻസി വെളിപ്പെടുത്തിയത് കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ, പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും. പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. ഇത് ഭയങ്കര എവിഡൻ്റാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഒടുവിൽ ഇന്ന് ആ താരം, ആ ലീഡിംഗ് റോളിലുള്ള ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന താരം ആരെന്ന് വെളിപ്പെട്ടു. എന്നാൽ താൻ നൽകിയ പരാതി പുറത്തുവിട്ടതിൽ ഫിലിം ചേംബറിനെതിരെ വിൻസിക്ക് അതൃപ്തിയുണ്ട്. വിൻസി അതുകൂടി സൂചിപ്പിച്ചു. കേൾക്കാം. കൊടുത്ത പരാതിയിലെ കറക്റ്റ് വേർഡ് അടക്കം പുറത്തു വന്നു എന്ന് പറയപ്പെടുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ആരാണ് പുറത്തു വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക, വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ? ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത്. അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി, ലീക്ക് ചെയ്തത്, അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത്. നമുക്കിപ്പോൾ അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വളരെ നിസ്സഹായ അവസ്ഥയിലാണ് വിൻസി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അവർ തുടർച്ചയായിട്ട് സൈബർ അതിക്രമണം നേരിട്ട പശ്ചാത്തലത്തിലാണ് വിൻസി ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായി എത്തിയത്. എന്നാൽ വിൻസി ഫിലിം ചേംബറിന് കൊടുത്ത പരാതി പുറത്തുവിട്ടതിൽ വിൻസിക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ ആ നടനെ ഇന്ന് അതുകൊണ്ട് കേരളം തിരിച്ചറിയുന്നു. ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ്. എന്താണ് നടിയുടെ വെളിപ്പെടുത്തലിലുള്ള അന്വേഷണം? അതെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? എന്താണ് നടി പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്? ഫിലിം ചേംബറിൽ വെച്ച് ഈ നടനെ താക്കീത് ചെയ്ത് മാറ്റി നിർത്തുക എന്നത് മാത്രമല്ലേ നടി ഉദ്ദേശിച്ചിരുന്നത്? പക്ഷേ അത് പുറത്തു വരുന്നത് വഴി നടി പറയുന്നത് പോലെ മറ്റു സിനിമകളെയും ബാധിക്കുന്നു എന്നൊരു ആശങ്ക നടിക്കുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ അരുൺകുമാർ, സൂത്രവാക്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നടി വിൻസി അലോഷ്യസിൻ്റെ പരാതി. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചതോടുകൂടി ഷൈൻ ടോം ചാക്കോയുടെ കണ്ണുകൾ തടിച്ചു വന്നു. അത് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യവുമുണ്ടായി. സിനിമയിലെ മറ്റ് ചില അണിയറ പ്രവർത്തകർക്കും സമാനമായ തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും
ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി 10:30യോടെയാണ് നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് പരാതി ഇമെയിൽ വഴി നൽകുന്നത്. AMMA എന്ന സംഘടനക്ക് ഒപ്പം ഫിലിം ചേംബർ ഈ സിനിമയുടെ ICCക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പരാതി നൽകിയതിന് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് സിനിമാ സംഘടനകൾ. AMMA എന്ന സംഘടന ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. അവർ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടും. അതിനുശേഷം കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഷൈനിനെ പൂർണ്ണമായും സിനിമയിൽ നിന്ന് വിലക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിനിമാ സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വിവാദങ്ങളോട് ഇതുവരെ ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോഴും സജീവവുമാണ് ഷൈൻ ടോം ചാക്കോ. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷ്യസിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകൾ, ഒപ്പം മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, താൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് താൻ ഇവിടെയുണ്ട് എന്ന തരത്തിലൊരു ദൃശ്യവും ഷൈൻ ടോം ചാക്കോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കർശനമായ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ തീരുമാനം. ഷൈൻ ടോം ചാക്കോ അങ്ങനെ പ്രകോപനം തുടരുകയാണ്. എന്നാൽ വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലുകളിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വിൻസിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, മറ്റ് ഏതു മേഖലയിലും ലഹരി ഉപയോഗത്തിനെതിരായ നടപടി എക്സൈസ് കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. എക്സൈസിന് അല്ല പരാതി ലഭിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് പരാതി കൊടുത്തു എന്നാണ്. പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കും. പക്ഷേ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വെളിപ്പെടുത്തലും ഒരു ഇൻഫർമേഷനും ലഘുവായിട്ടല്ല എക്സൈസ് എടുക്കുന്നത്, വളരെ ഗൗരവത്തോടെയാണ്. ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയില്ല. മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മയക്കുമരുന്നിനെതിരായ യുദ്ധമാണ്. പോലീസും എക്സൈസും സംയുക്തമായി ആ യുദ്ധം നയിക്കുന്നു. സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിനുണ്ട്. അതിൽ ഒരു മേഖലയിലും ഇത് പാടില്ല എന്നുള്ളതാണ് നിലപാട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിൻസി അലൂഷ്യസിന്റെ പരാതിയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട്. തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരും. ഷൈനിന്റെ നിലവിലെ പ്രോജക്റ്റുകൾ നടക്കട്ടെ എന്നും പുതിയ പ്രോജക്റ്റുകൾ ഇനി ഉണ്ടാവില്ലെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. കേൾക്കാം. എന്തായാലും സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടിയന്തരമായ കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു. തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് 3 മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതിയതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.